മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വകാര്യ ഹെലികോപ്റ്റർ യാത്രയിൽ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ഒരു കളവ് പോലും പറയാതെ സമാധാനം കിട്ടാത്ത മുഖ്യമന്ത്രിയായി സതീശൻ മാറി. എന്ത് ഡീലാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് പിന്നിലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വകാര്യ ഹെലികോപ്റ്റർ യാത്രയിലാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം. ഒരിക്കൽ പോയിട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്ന് രണ്ടാമത് വീണ്ടും പോയിട്ടാണ് ഭാര്യാപിതാവിനെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പേര് വെളിപ്പെടുത്താനാവാത്ത ഏതോ നിക്ഷേപകനെ കാണാൻ ആണ് ഞാൻ പറന്നുപോയത് എന്ന് വിശദീകരിച്ചത്. ഒരു കളവെങ്കിലും പറയാതെ ഒരു സമാധാനം കിട്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഏതാ ഈ ഇത്ര വലിയ VIP നിക്ഷേപകൻ? പേര് പറഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നാണ് പറയുന്നത്. വേറൊരു കളവ്. ഇങ്ങനെ ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥത്തിൽ ശരിയായ വസ്തുതയിൽ നിന്ന് മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പാർട്ടി സമ്മേളനത്തിന് പോയെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിലും ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകി. ഓഖി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭമാണ്. ആ ഓഖി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സംഘം തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് വരികയാണ് ചെയ്തത്. സമ്മേളനത്തിന് പോവുകയല്ല ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അത് ഓഖി ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെലവ് നിർവഹിച്ചത് എന്നാണ്. അത് പിന്നീട് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കി അത് GADയുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ യാത്രയായിട്ട് ഒരു മാറ്റുകയാണ് ചെയ്തത്. മഴക്കെടുതി ഏകോപനത്തിൽ മുഖ്യമന്ത്രി പരാജയമെന്നാണ് CPIMന്റെ രൂക്ഷമായ വിമർശനം. പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിട്ടും ആ പ്രദേശത്ത് നേരിട്ടെത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കേന്ദ്രത്തിൽ പോലും എത്താൻ അതിനുപോലും സാധിക്കാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒന്നോ രണ്ടോ ഫോൺ കോളിൽ അവസാനിപ്പിക്കുന്ന ഉത്തരവാദിത്തമല്ല ഇത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉള്ളത്. മഴക്കെടുതിയിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെക്കാൾ തനിക്ക് പ്രധാനപ്പെട്ടത് വിരുന്നും ജ്വല്ലറി ഉദ്ഘാടനവുമാണ് എന്ന രീതി ആവർത്തിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.